രണ്ടാഴ്ച മുമ്പ് ലാലിയും ഞാനും കൂടി ഞങ്ങളുടെ ഇടവക വികാരി ഫാദർ സേവി പടിക്കപ്പറമ്പിലിനെ കാണാൻ പോയി. ചുമ്മാ കാണാനല്ല, ഒരാവശ്യം അറിയിക്കാൻ. ഞങ്ങളെ കണ്ടയുടനെ അയാൾ എഴുന്നേറ്റ് അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ ഈ വഴി? കയ്യിൽ കരുതിയ കവർ ഞാൻ അങ്ങേർക്ക് കൊടുത്തു. ഒരു ചെറിയ കത്താണ്. നിന്ന നിൽപ്പിൽ അയാളതെടുത്ത് വായിച്ചു. അതിങ്ങനെയാണ്: പ്രിയപ്പെട്ട അച്ഛ, ഞങ്ങളുടെ മകൻ ജീവൻ്റെ മകൻ ജോഹാൻ്റെ ആദ്യ കുർബാന സ്വീകരണം ഈ ഓഗസ്റ്റ് മാസം 8-ാം തീയതി രാവിലെ 11 മണിക്ക് എൻ്റെ ഇടവക പള്ളിയായ സെൻറ്റ് ജാനായിൽ വെച്ച് സഭ നിർദ്ദേശിച്ചിട്ടുള്ള ഏകീകൃത കുർബാനയോടുകൂടി താങ്കളുടെ കാർമ്മികത്വത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും കാരണത്താൽ താങ്കൾക്ക് അതിന് അസൗകര്യമുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വൈദികനെ ഞങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളാം. സാധാരണ രീതിയിൽ വാക്കാൽ സാധിക്കേണ്ട ഇക്കാര്യം എഴുതേണ്ടി വരുന്നത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കൊണ്ടാണ് എന്ന് താങ്കൾക്കറിയാമല്ലോ. അനുകൂലമായാലും പ്രതികൂലമായാലും താങ്കളുടെ മറുപടി രേഖാമൂലം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും വായിച്ചിട്ട് അയാൾ പറഞ്ഞു, നടക്കില്ല സാറേ, ഇവിടുത്തെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, രേഖാമൂലം മറുപടി തരാനും പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാൻ തന്നത് ഒരു രേഖയാണ്, അതിന് രേഖാമൂലം മറുപടി തരുന്നത് സാമാന്യ മര്യാദയാണ്. അയാൾ പറഞ്ഞു, എഴുതിത്തരാൻ പറ്റില്ല, ഇതിവിടെ നടക്കുകയില്ല. അന്നേരം ഞാൻ ഫോൺ എടുത്തു. സേവി ചോദിച്ചു, റെക്കോർഡ് ചെയ്യാൻ പോവുകയാണോ? അതെ. അയാൾ പറഞ്ഞു, എങ്കിലിനി നമുക്ക് സംസാരിക്കണ്ട. ഞാൻ ഫോൺ പോക്കറ്റിലിട്ടു. എന്നിട്ട് ഞാൻ ചോദിച്ചു, താങ്കൾ പറയുന്നത് സത്യവും ശരിയുമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം? പറയുന്നത് അന്യായവും കുഴപ്പം പിടിച്ചതുമാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അയാൾ പറഞ്ഞു, അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, കാര്യം പറഞ്ഞല്ലോ, അത് മതി. ഞാൻ പറഞ്ഞു, അങ്ങനെ അവസാനിപ്പിക്കാനുള്ളതല്ല ഇത്. അച്ഛൻ്റെ കുർബാനയും പ്രസംഗവുമൊക്കെ എത്രയോ വട്ടം ഓരോരുത്തർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത എതിർപ്പ് ഇപ്പോൾ എന്തിനാണ്? പറയുന്നത് അന്യായമാണെന്ന് അച്ഛനറിയാം അല്ലേ? അയാൾ പറഞ്ഞു, ഈ കാര്യത്തിൽ എനിക്ക് കൂടുതൽ പറയാനില്ല. ഞായറാഴ്ച 4 മണിക്ക് കുർബാനയുണ്ടല്ലോ, വേണമെങ്കിൽ അന്നേരം നടത്തിത്തരാം, വേറെ നിവൃത്തിയില്ല. മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോകാതിരിക്കാൻ ഞാൻ പാടുപെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇടവക ജനത്തിൻ്റെ ആത്മീയ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുക എന്ന മഹനീയ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവനും ആ വിളി സ്വമേധയാ സ്വീകരിച്ചവനുമാണ് ഓരോ വൈദികനുമെന്നും അത് സാധിച്ചു കിട്ടേണ്ടത് ഞാൻ ഉൾപ്പെടെ ഇടവകയിലെ എല്ലാ വിശ്വാസികളുടെയും അവകാശമാണെന്നും താങ്കൾക്ക് ബോധ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയാൾ കണ്ണുരുട്ടി എന്നെ നോക്കി നിൽപ്പാണ്. ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നൊരു പ്രതികാരച്ചിരി ചുണ്ടിൽ ഒളിച്ചിരിപ്പുണ്ട്. അങ്ങേരെ കണ്ടിട്ട് കാര്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, വാ പോകാം എന്ന അർത്ഥത്തിൽ ലാലി എന്നെ നോക്കുകയും ഒന്ന് തോണ്ടുകയും ചെയ്തു. എങ്കിലും ഞാൻ അയാളോട് പറഞ്ഞു, 8-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ഇത് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചതിന് പല കാരണങ്ങളുണ്ട്. അത് 9-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് അച്ഛൻ്റെ 4 മണി കുർബാനയുടെ സമയത്ത് നടത്തിക്കൂ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ഞങ്ങളിതൊക്കെ എപ്പോൾ നടത്തണമെന്ന് തീരുമാനിക്കേണ്ടത് പള്ളി വികാരിയാണോ? അഥവാ ഞങ്ങൾ അതിനൊരുങ്ങിയാൽ മാമോദീസ, കല്യാണം തുടങ്ങി പല ആവശ്യങ്ങളുമായി ഈ ഇടവകയിലെ 5-8 കുടുംബങ്ങൾ വന്നാൽ എല്ലാവരുടെയും ആവശ്യങ്ങൾ ആ ഒരു 4 മണി കുർബാന കൊണ്ട് നിങ്ങൾ നടത്തിക്കൊടുക്കുന്നു? അതിനയാൾക്ക് ഉത്തരമില്ല. കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ നടത്താൻ പറ്റില്ല, വെറുതെ എന്തിനാണ് നമ്മുടെ സമയം കളയുന്നത്? അപ്പോൾ ലാലി അച്ഛനോട് പറഞ്ഞു, അച്ഛന് പറ്റില്ലെങ്കിൽ ഞങ്ങൾ വേറെ അച്ഛനെ കൊണ്ടുവന്ന് നടത്തിക്കോളാം. ഇളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ചേച്ചി, വേറെ അച്ഛൻ വരുന്നോ ഇല്ലയോ എന്നതല്ല പ്രശ്നം, ഇവിടെ ഇത് നടത്താൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അയാൾ അറുത്ത് മുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറിയിട്ടുണ്ടാവും എന്ന് അയാളുടെ നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കനത്ത സ്വരത്തിൽ ഞാൻ പറഞ്ഞു, എന്ന് വെച്ചാൽ സഭ വിധിച്ച കുർബാന ഇവിടെ ചൊല്ലി ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്താൻ നിങ്ങൾ സമ്മതിക്കില്ല എന്നല്ലേ? സഭ വിലക്കിയ കുർബാന ചൊല്ലാൻ നിങ്ങൾക്ക് മടിയുമില്ല എന്നല്ലേ? എങ്കിലൊരു കാര്യം ചെയ്യണം. ഇവിടുത്തെ വിശ്വാസികളുടെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ ഇടവകക്കാർ പണം മുടക്കി ഈ പള്ളി പണിതത്. അതിന് ഞങ്ങളും 4-5 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. അതെല്ലാം തിരിച്ചു തരണം. ഈ ഇടവകയിൽ നിന്ന് ഞങ്ങൾക്കിനി യാതൊരു ശുശ്രൂഷയും ആവശ്യമില്ല എന്ന് ഞാനും എഴുതിത്തരാം. യുക്തമായ മറുപടി തരാൻ കഴിയാതെ അയാൾ വെള്ളമിറക്കി. പോലീസ് വിലങ്ങി വെച്ച് കൊണ്ടുപോകുമ്പോൾ പോലും കൂസലില്ലാതെ ക്യാമറയ്ക്ക് നേരെയും ജനങ്ങളുടെ നേരെയും നോക്കി ചിരിക്കുന്ന കുറ്റവാളികളെപ്പോലെ ഞങ്ങളെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചിട്ട് അയാൾ പറഞ്ഞു, ഇക്കാര്യത്തിൽ എനിക്കിനി ഒന്നും പറയാനില്ല. അയാളുടെ നേർക്ക് വിരൽ ചൂണ്ടി രൂക്ഷമായി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നാണമില്ലേ ഈ ലോഹയിട്ട് നടക്കാൻ? ഇത്തിരിയെങ്കിലും മാന്യതയും ദൈവവിശ്വാസവും ഉണ്ടെങ്കിൽ
ഇത് വലിച്ചെറിഞ്ഞിട്ട് പോകണം. ഞങ്ങളോട് നിങ്ങൾക്കിത് പറയാൻ കഴിയും, പക്ഷേ ദൈവം നിങ്ങളെ വെറുതെ വിടില്ല. ഓർത്തു വെച്ചു. ദൈവത്തെ പേടിയില്ലാത്ത അയാളോട് അത് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എൻ്റെ ആശ്വാസത്തിന് വേണ്ടി മാത്രം. ഞങ്ങൾ പുറത്തിറങ്ങി നടന്നു. പള്ളിയുടെ മുൻ വൈസ് ചെയർമാനും ഗായക സംഘത്തിലെ ഒരു ഗായികയും അപ്പോൾ സാക്ഷികളായി ഉണ്ടായിരുന്നു. ഇക്കാര്യം നിഷേധിച്ചാൽ അയാൾക്ക് കൊടുക്കാനായി മറ്റൊരു കുറിപ്പ് കൂടി ഞാൻ കരുതിയിരുന്നെങ്കിലും അത് കൊടുത്തില്ല. വെറുതെ എന്തിന് ചവറ്റുകൊട്ടയിൽ ഒരു കടലാസ് കൂടി പോകണം? അതിങ്ങനെയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കത്ത് തരേണ്ടതില്ല. വെറുമൊരു അപേക്ഷ കൊണ്ട് സാധിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ അസാധാരണ സാഹചര്യത്തിൽ ഇങ്ങനെ കുറിക്കാതെ വയ്യല്ലോ. സെയിൻറ്റ് ജാന ഇടവക പള്ളി തുടങ്ങിയ നാൾ മുതൽ ഞാൻ ഇടവകയിലെ അംഗമാണ്. മതബോധനം, പാരിഷ് കൗൺസിൽ, കുടുംബ യൂണിറ്റ് തുടങ്ങി ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ എന്നും സജീവമായി മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഇടവകയിലെ 200-ലധികം കുട്ടികളുടെ അധ്യാപകനാണ് ഞാൻ. അതായത് അത്രയും കുടുംബങ്ങളുമായി എനിക്ക് നേരിട്ട് അടുപ്പവുമുണ്ട്. അതൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. എല്ലാം പള്ളിയുടെ രേഖകളിലും ചരിത്രത്തിലും ഉള്ളതാണ്. കൂടാതെ പള്ളിയുടെ നിർമ്മാണത്തിന് ഞാനും മക്കളും ഞങ്ങളുടെ ശേഷിക്കപ്പുറം ലക്ഷങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പള്ളിയുടെ എല്ലാ വിധത്തിലുമുള്ള ആസ്തികളിലും ശുശ്രൂഷകളിലും സഭാ നിയമപ്രകാരം ഞങ്ങൾ അവകാശികളുമാണ്. ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഇടവക അംഗങ്ങളെന്ന നിലയിൽ എല്ലാവർക്കും ഇതിനൊക്കെ അവകാശമുണ്ട്. മറ്റൊന്നുകൂടി ചേർക്കട്ടെ, സഭയുടെ അടുത്ത കാലത്തെ കൽപ്പനകൾ പ്രകാരം ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ എന്നും അതല്ലാതെ മറ്റേതെങ്കിലും കുർബാന ചൊല്ലുന്നവർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് തന്നെ പുറത്തായതായി കണക്കാക്കപ്പെടുമെന്നും സഭ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഏകീകൃത കുർബാന തന്നെ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആദ്യമായി കുർബാന സ്വീകരിക്കാൻ പോകുന്ന ഞങ്ങളുടെ കൊച്ചുമോൻ ജോഹാൻ ഉൾപ്പെടെ ഞങ്ങളുടെ കൊച്ചുമക്കൾക്കെല്ലാം അറിയാം. അത് നടക്കാത്തതിൽ അവർക്ക് വേദനയുമുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കൊടുക്കണമെങ്കിൽ മെത്രാന്മാരെയും വൈദികരെയും പറ്റി കുഞ്ഞുങ്ങളോട് പറയാൻ പാടില്ലാത്ത പലതും ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഇത് സംബന്ധിച്ച് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന ഒരു തലമുറ ഇപ്പോൾ ആശങ്കയിലാണ്. ഈ അവസ്ഥ ഉൾക്കൊണ്ട് താങ്കൾ ഞാൻ നേരത്തെ പറഞ്ഞ ആവശ്യം സാധിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നടത്തിത്തരാൻ താങ്കൾക്ക് സാധിക്കുന്നില്ല അഥവാ താങ്കൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ച് ഒരു മറുപടി തരണമെന്നും അപേക്ഷിക്കുന്നു. അതും തരാത്ത പക്ഷം ഞങ്ങൾ ഈ പള്ളിക്ക് ഇതുവരെ സംഭാവന നൽകിയ തുക മുഴുവൻ തിരികെ തരാൻ വികാരി എന്ന നിലയിൽ താങ്കൾക്ക് ബാധ്യതയുണ്ട്. അല്ല, ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് തരാനും താങ്കൾക്ക് ചുമതലയുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതൊന്നും കഴിയുന്നില്ലെങ്കിൽ സഭയുടെയും രാജ്യത്തിൻ്റെയും നിയമങ്ങളനുസരിച്ചുള്ള നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. അതിനിടയാക്കാതിരിക്കാനുള്ള വിവേകം താങ്കൾക്കുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സിനഡ് സമ്മേളനത്തിൽ സജീവമായി പങ്കെടുക്കാൻ പ്രാർത്ഥനയും ഉപവാസവും ധ്യാനവുമായി ഒരുങ്ങുന്ന മെത്രാന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ വിവരിച്ചത് എൻ്റെ സ്വന്തം അനുഭവമാണ്. ഞങ്ങളുടെ അവകാശമായി എൻ്റെ ഇടവകപ്പള്ളിയിൽ നാളെ നടക്കേണ്ട ഒരു ആത്മീയ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ അകലെയുള്ള മറ്റൊരു പള്ളിയിൽ പ്രത്യേകിച്ചൊരു മമതയ്ക്കും കാരണമില്ലാത്ത ഒരു വൈദികൻ്റെ കരുണയ്ക്കായി പോകേണ്ടി വരുന്നതിനെ നിങ്ങളെങ്ങനെ കാണുന്നു? സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ജീവൻ പണയം വെച്ച് മറ്റു നാടുകളിലേക്ക് കുടിയേറുന്ന അഭയാർത്ഥികളെ പോലെയാണ് ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ഈ സഭയിലെ ഈ രൂപതയിലെ വിശ്വാസികൾ. എറണാകുളം രൂപതയിലെ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ സമാനമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒറ്റമൂലി വല്ലതുമുണ്ടോ എന്ന് ഈ സിനഡിൽ നിങ്ങൾ കണ്ടെത്തണം. വിശ്വാസികളുടെ ആത്മീയ ആവശ്യങ്ങൾ നടത്താനാണോ നിഷേധിക്കാനാണോ നിങ്ങൾ ഈ ചുമതല സ്വയം ഏറ്റെടുത്തത് എന്ന ആത്മശോധന ചെയ്യണം. അജപാലനപരമായ പ്രതിസന്ധിയെന്ന് നിങ്ങൾ പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വ്യക്തമാക്കണം. അജഗണത്തിന് അഥവാ ആടുകൾക്ക് പേ ഇളകിയോ അതോ ഇടയന്മാർക്ക് പേ ഇളകിയോ? അജപാലന പ്രതിസന്ധി എന്ന വാക്ക് ദയവായി ഉപയോഗിക്കരുത്. കുറേ വൈദികരുടെ അനുസരണക്കേടെന്ന പ്രതിസന്ധി എന്ന് അത് തിരുത്തണം. അവരെ നിലയ്ക്ക് നിർത്താനും വിശ്വാസികളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ദയവായി ആ പദവികൾ ആ വേഷങ്ങളൊക്കെ ഉപേക്ഷിക്കുക. ഒന്നുകൂടി പറഞ്ഞോട്ടെ, അജപാലനപരമായ പ്രതിസന്ധി എന്ന ഒഴികഴിവ് പറയാതെ എറണാകുളം രൂപതയിലും സഭ നിർദ്ദേശിച്ച ഏകീകൃത കുർബാന പൂർണ്ണമായി നടപ്പാക്കുക. അല്ലെങ്കിൽ 35 രൂപതകളിലും ജനാഭിമുഖ കുർബാന മാത്രമേ പാടുള്ളൂ എന്ന് നിങ്ങൾ കൽപ്പന ഇറക്കുക. അതിനുള്ള തൻ്റെ ഇടമുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ നിങ്ങൾ അടിയുറച്ച വിശ്വാസികളാണെന്നും അസൽ ഇടയന്മാരാണെന്നും നെഞ്ചുറപ്പുള്ള ആണുങ്ങളാണെന്നും തെളിയിക്കാൻ ഏറ്റവും നല്ല അവസരമാണിത്. നന്ദി.